കാലം മായ്ക്കാത്ത ചരിത്രരേഖകളിലേക്ക് ഒരു യാത്ര. നമ്മൾ ഇന്ന് നിൽക്കുന്നത് അപൂർവമായ പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരത്തിന് മുന്നിലാണ്. ഓരോ വസ്തുവിനും ഓരോ കഥ പറയാനുണ്ട്. യുദ്ധങ്ങളുടെ, അതിജീവനത്തിൻ്റെ, മാറുന്ന സാങ്കേതിക വിദ്യയുടെ, അങ്ങനെ ഒത്തിരി കഥകൾ. വെറുമൊരു പ്രദർശനത്തിനപ്പുറം നമ്മുടെ പൂർവികർ ജീവിച്ച കാലഘട്ടത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു അത്ഭുത ലോകമാണിത്. ആ കാഴ്ചകളിലേക്ക് പോകാം. യുദ്ധകാലത്തെ ക്യാമറകളും വിൻറ്റേജ് ക്യാമറകളും ആദ്യം തന്നെ ശ്രദ്ധിക്കൂ. ഈ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഗൺസൈറ്റ് എയിമിംഗ് പോയിന്റ് ക്യാമറയാണ്. യുദ്ധവിമാനങ്ങളിലെ ഗണ്ണുകളോടൊപ്പം ഘടിപ്പിച്ചിരുന്ന ഈ ക്യാമറകൾ വെടിയുതിർക്കുന്ന കൃത്യമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ് അന്ന് സൈന്യം ഉപയോഗിച്ചിരുന്നത്. അതിനു പിന്നാലെ പഴയകാല ഫോട്ടോഗ്രാഫിയുടെ രാജാക്കന്മാരെ കാണാം. ഫിലിം റോളുകൾ ഉപയോഗിച്ചിരുന്ന യാഷിക, ഇരട്ട ലെൻസുകളുള്ള മാമിയ തുടങ്ങിയ ഐക്കണിക് ക്യാമറകൾ. ഇന്നത്തെ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിക്ക് മുൻപ് ഫോട്ടോഗ്രാഫർമാർ എത്രത്തോളം ക്ഷമയോടെയാണ് ഓരോ ചിത്രവും പകർത്തിയിരുന്നത് എന്ന് ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് 1921 മലബാർ കലാപകാലത്ത് ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടകളാണ്. കേരള ചരിത്രത്തിന്റെ പോരാട്ടത്തിന്റെ ബാക്കിപത്രങ്ങളാണിവ. കാഴ്ചയില്ലാത്തവർക്ക് അക്ഷരങ്ങളുടെ ലോകം തുറന്നു നൽകിയ ബ്രെയിലി ടൈപ്പ്റൈറ്റർ ഒരു പ്രത്യേക ആകർഷണമാണ്. മനുഷ്യൻ തന്റെ പരിമിതികളെ മറികടക്കാൻ കണ്ടെത്തിയ വഴികളുടെ അടയാളമാണിത്. ഈ പ്രദർശനത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതാ ഇവിടെയാണ്. ഇത് കൊക്കോഡിമർ, സെൽഷ്യസ് ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തേങ്ങയാണിത്. സമുദ്രത്തിലെ തേങ്ങ എന്ന് വിളിക്കപ്പെടുന്ന ഇതിന് 20 കിലോയിലധികം ഭാരമുണ്ടാകും. ഒരു തെങ്ങ് കായ്ക്കാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന ഈ അപൂർവ ഇനം ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒന്നുകൂടിയാണ്. ഫോണുകളുടെ വിപ്ലവം തുടങ്ങുന്ന കാലത്തെ റോട്ടറി ഡയൽ ഫോണുകൾ നോക്കൂ. ഒപ്പം കരിയോയിൽ വിളക്കുകളും ലാൻറ്റേണുകളും. വൈദ്യുതി ഇല്ലാത്ത കാലത്ത് ഇരുട്ടിനെ അകറ്റാൻ ഇവയായിരുന്നു ഏക ആശ്രയം. വോയിസ് ലൗഡ് സ്പീക്കറുടെ പഴയ രൂപങ്ങളും ഇവിടെയുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രയൊന്നും വളരാത്ത കാലത്തെ മനുഷ്യന്റെ ബുദ്ധിവൈഭവം നമ്മെ അത്ഭുതപ്പെടുത്തും. യന്ത്രങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഇടയിൽ ജീവിക്കുന്ന നമുക്ക് ഈ കാഴ്ചകൾ ഒരു വലിയ പാഠമാണ്. ഓരോ വസ്തുവും കടന്നു പോകുന്ന വഴികൾ നമ്മെ പഠിപ്പിക്കുന്നത് പരിണാമത്തിന്റെ കഥയാണ്. ഈ കൊച്ചു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ചരിത്രപരമായ കാഴ്ചകൾക്കായി നമുക്ക് വീണ്ടും കാണാം.